പ്രിയപ്പെട്ടവരെ, ആഹ്, നമ്മുടെ ബടുവൻ ജീവിക്കുന്നു എന്ന പുസ്തകത്തിന്റെ ഈ റിലീസ് ഫംഗ്ഷന് വന്ന ഓരോരുത്തർക്കും നന്ദി. ഈ വീട്ടുമുറ്റത്ത് ചെയ്യാൻ കാരണം പുതിയ കാലത്തിന്റെ സംഗതികള് നമ്മള് പുതിയ മീഡിയത്തിലൂടെ എങ്ങനെ പറയാമെന്നുള്ളതാണ് മനുഷ്യന്റെ പുരോഗതിയുടെ ഒരു ലക്ഷണം. അപ്പൊ എൻ്റെ ഈ പുസ്തകവും അതുപോലെ ലോകം മുഴുവൻ എത്തിച്ചേരാനുള്ള ഒരു വഴി യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അത് കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണ് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരുക്കിയത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് അത് സ്വീകരിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ കഥാജീവിതം എന്നുള്ളത്, അതിനകത്ത് വലിയ ചോദ്യങ്ങളൊന്നുമില്ല. മറിച്ച് അത് സാധാരണ മനുഷ്യന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, അതിൻ്റെ ഇടയിൽ നമ്മൾ ചിലത് കുത്തിക്കുറിക്കുന്നു. അതൊരുപക്ഷെ ആദ്യകാലത്ത് മനുഷ്യൻ കാട്ടില് വേട്ടയാടി നടന്നിരുന്ന കാലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ശാസ്ത്രീയമായിട്ട് വികസിച്ച കൃഷിയുടെ കാലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മുതലാളിത്തം വന്നപ്പോൾ ഉണ്ടായ കാലമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ചേർന്നിരിക്കുന്നത് ഇലക്ട്രോണിക് മീഡിയയുടെ കാലത്താണ്. ഇത്തരത്തില് എഴുത്തിന്റെ ഘട്ടങ്ങൾ ഓരോ ഓരോ രീതിയിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എഴുത്ത് തുടങ്ങിയത് വീട്ടിൽ നിന്ന് കേട്ട ഒരു മാപ്പിളപ്പാട്ട്, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന, ഉമ്മയിൽ നിന്ന് കേൾക്കുന്ന ചില പാട്ടുകൾ. ആ പാട്ടുകൾ മാപ്പിളപ്പാട്ടിലെ പ്രസിദ്ധമായ സാധനമായിരുന്നു. പക്ഷിപ്പാട്ട് എന്ന് പറയുന്നതായിരുന്നു. അല്ലെങ്കിൽ മൊഹീദ്ദീൻ മാലയാണ്. അത് പിന്നെ അറബി മലയാളത്തിലാണ് എഴുതിയത്. അത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എത്തിക്കുന്ന ഒരു വയസ്സായ ആളുണ്ടായിരുന്നു. അദ്ദേഹം അത് കൊണ്ടുവന്ന് നമുക്ക് തരും. ഞങ്ങളത് പാടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ ചേരുന്നു. അപ്പം നമ്മൾ മലയാളം ഭാഷയിലെ അക്ഷരങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതിലുള്ള സാഹിത്യത്തിലേക്ക് എത്തുന്നു. ബഷീറിനെ വായിക്കുന്നു, CV യെ വായിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് മനുഷ്യന്റെ ജീവിതം. അപ്പോ ആ സമയത്ത് നമുക്ക് ഉമ്മ തരുന്ന കഥകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് യൂസഫ് നബിയുടെ കഥയോ, അല്ല, ഇത് പ്രവാചകന്മാരുടെ കാര്യമാണ്. സെമിറ്റിക് പ്രവാചകന്മാരുടെ കാര്യം, മൂസ, ഈസ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ പിന്നെ യൂനുസ് നബി ഒരു മീനിന്റെ വയറിൽ പെട്ടുപോകുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥ പോലുള്ള ഒരു കഥയാണ്, എൻ്റെ ഉമ്മ പറഞ്ഞൊരു കഥയാണ് എൻ്റെ പ്രസിദ്ധമായ, നിങ്ങളൊക്കെ പറഞ്ഞ കഥ, പുളിമുറിച്ച വളപ്പിൽ സൂപ്പിയാജി മകൻ ജനാബ് പള്ളിക്കുഞ്ഞി MA ആന്ത്രോപോളജി എന്ന കഥ. ആ കഥ എഴുതുന്ന കാലത്ത് ഞാൻ സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്നുള്ളതായിരുന്നു. അതാണ് നമ്മൾ ആ അതിനകത്ത് ഒരു കഥാപാത്രം ഞാനായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കളിയാക്കുന്ന ഒരു കഥയായിട്ടും ഈ സെമിറ്റിക് മിത്തോളജിയിലെ ചില കഥാപാത്രങ്ങളുമായിട്ട് ഉമ്മ പറഞ്ഞ കഥയുമായി ചേർത്ത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നീട് അത് എത്തിങ്ങാനിൽ നിന്ന് ഒളിച്ചോടിയ കുട്ടി എന്ന കഥയിലും ആ എലമെന്റ് ഉണ്ട്. മൊത്തത്തിൽ നമ്മുടെ കഥയിൽ അങ്ങനെ വരുന്നത് അതിന്റെ കാരണം നമ്മൾ ജീവിക്കുന്ന പരിസരം തന്നെയാണ്. ആ പരിസരങ്ങൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ, ഇപ്പൊ ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എത്രയെത്രയോ ഇടങ്ങളിൽ, തീരങ്ങളിൽ അത് അണയും. അതുപോലെയാണ് എഴുത്തുകാരന്റെ ജീവിതം. പല തീരങ്ങളിൽ അണഞ്ഞ് പല ജീവിതങ്ങൾ കണ്ടെത്തി അത് കൊടുക്കലാണ് എഴുത്തുകാരന്റെ പണി. ആ പണി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഏതായാലും നിങ്ങളെല്ലാം എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് ഈ കഥകളെ നിങ്ങളുടേതാക്കി മാറ്റിയതിലുള്ള സന്തോഷത്തിന് ഞാൻ എല്ലാ നന്ദിയും പറയുന്നു. വളരെ സന്തോഷം.